ഇപ്പോൾ ഭഗവാനെ കാണാനായിട്ട് പലതരത്തിലുള്ള ആളുകൾ വരാറുണ്ടല്ലേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ വന്ന് നോക്കുകയാണെങ്കിൽ ആ കൊടിമരത്തിന് മുന്നിൽ കുറേ പേര് ഇങ്ങനെ ഭഗവാനെ നോക്കാനായിട്ട് ഒരു നോക്കി കാണാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. തിരക്കൊഴിഞ്ഞ സമയം, വീൽ ചെയർ ഒക്കെ വരുന്ന സമയമാണെങ്കിൽ അവർക്ക് മാത്രം കാണാവുന്ന രീതിയിലാണല്ലോ നിൽക്കുക. അപ്പോൾ പുറകിലുള്ളവർക്ക് നന്നായി ഭഗവാനെ ദർശിക്കാൻ സാധിക്കും, നാലമ്പലത്തിനകത്ത് കയറാതെ തന്നെ ആ കൊടിമരത്തിന്റെ ചോട്ടിൽ വെച്ചിട്ട്. പക്ഷെ അവിടെ നിൽക്കുന്ന എല്ലാവരും ഇപ്പൊ ഭഗവാനെ കാണാനായിട്ട് വരുന്നവരൊന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള ഭക്തി ഇല്ലാത്തവരും ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ആ കൊടിമരം കാണാനായിട്ട് വന്നവരുണ്ടാവും. ഓ, ഇത്രയും വലിയ കൊടിമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതൊന്ന് കാണാം എന്നുള്ള രീതിയിൽ വരുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഒരാൾ വന്ന് നിൽക്കുന്നു. അപ്പോൾ കൊടിമരത്തിനെ കുറിച്ച്, ആ കൊടിമരത്തിന്റെ ഭംഗിയൊക്കെ നന്നായി ആസ്വദിച്ചു. ഓ, നല്ല വലിപ്പമുണ്ടല്ലോ, ഇത് പണിയാനായിട്ട് ഇത്ര ദിവസമൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു. അദ്ദേഹം ഭഗവാനെ എല്ലായിടും നോക്കുന്നേ, ആ കൊടിമരത്തിനെ നോക്കാനായിട്ട് വന്നതാണ് അദ്ദേഹം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ വേറൊരാള് ശയന പ്രദക്ഷിണം ചെയ്യാനായിട്ട് അവിടെ ഇങ്ങനെ കിടന്ന് തുടങ്ങുകയാണ്. അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ഈ കൊടിമരം നോക്കിയിട്ടാണ് നടക്കണതേ. ഭഗവാനെ ആ പ്രദക്ഷിണ വഴിയിലൂടെ താഴെ നോക്കി നടക്കണം എന്നാണല്ലോ പറയാ. ഇദ്ദേഹം കൊടിമരം നോക്കി നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് കാല് ഈ താഴെ ശയന പ്രദക്ഷിണം ചെയ്യുന്ന ആളുടെ ദേഹത്ത് തട്ടിയിട്ട് ഇദ്ദേഹം അങ്ങോട്ട് മറിഞ്ഞു വീണു. കൂത്തമ്പലത്തിന് അവിടേക്ക് തലയായിട്ട് ഗംഭീര വീഴ്ച. അങ്ങനെ വേഗം എല്ലാവരും ഓടിക്കൂടി അദ്ദേഹത്തെ എണീപ്പിച്ചു. കുഴപ്പമൊന്നുമില്ല, ഒന്നും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം പ്രദക്ഷിണം വരച്ച് പൂർത്തിയായി. ഇതൊക്കെ കണ്ടുകൊണ്ട് ശ്രീലകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കുന്നേ. വേഗം തൻ്റെ പുസ്തകം എടുത്തു, ആ ലിസ്റ്റ് നോക്കി, ഇന്ന് ആരൊക്കെയാണ് നമസ്കരിച്ചിരിക്കണത് നോക്കി. എന്നിട്ട് ആദ്യം ഇദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ചു. ഈ കൊടിമരം കാണാൻ വന്ന ആളുടെ പേര്, ഗംഭീര നമസ്കാരം എന്ന് പറഞ്ഞിട്ട്. അതായത് ആ വീഴ്ച പോലും, ഭഗവാനെ കാണാൻ പോലും അല്ല വന്നത്, എന്നിട്ടും ഭഗവാന്റെ സന്നിധിയിലുള്ള ആ വീഴ്ച പോലും ഒരു നമസ്കാരമായിട്ട് ഭഗവാൻ എഴുതി വെച്ചു. അത്രയ്ക്കധികം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ എന്താ പറയുക, നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് കാത്ത് കണ്ണും നട്ടിരിക്കുന്ന ഭഗവാനാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ മുന്നിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ. നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മുടെ ഗൃഹങ്ങളിലെ നമ്മൾ ചൊല്ലുന്നില്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർ പോലും ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്ന പറയാം. അത്രയ്ക്കും നാമജപത്തിന് ശക്തിയുണ്ട്. അപ്പോൾ ഇനി മുതൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നാമം ചൊല്ലാനായിട്ട്, ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാന്റെ ആ ഒരു സ്വരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നാമം ചൊല്ലാനായിട്ട് ശ്രമിക്കുക കേട്ടോ.